ഈ ലോകകപ്പിൽ ഏറ്റവും നമ്മൾ ലോകകപ്പ് തുടങ്ങും മുൻപുള്ളതായിരുന്നില്ല പിന്നീടുള്ള രോഹിതിനെ കണ്ടത്. ഉടനീളം ഏറ്റവും മികച്ച, അതായത് തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കണം എന്നുള്ളൊരു ഇന്റൻസോട് കൂടി രോഹിത്തിനെ അറിയാം ചില ഷോട്ടുകൾ അപകടകരമായ രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, അത് മൂപ്പരുടെ ഇന്നിങ്സ് ബലി കൊടുത്തുകൊണ്ട് തന്നെയാണ് രോഹിത് എല്ലാ മത്സരങ്ങളും കളിക്കുന്നത്. അതിന്റെ ഗുണം ഇന്ത്യക്ക് പവർ പ്ലേയിൽ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. കാരണം ആദ്യ പവർ പ്ലേയിൽ തന്നെ പരമാവധി റൺസ് അടിച്ചു കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. അത് ഏറെക്കുറെ പ്രാവർത്തികമാക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് കോഹ്ലി പരാജയപ്പെടുമ്പോഴാണ് രോഹിത് ക്രീസിൽ നിന്നുകൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു ഗുണം എന്തായാലും രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും 7 മത്സരങ്ങളാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 248 റൺസാണ് അദ്ദേഹം ആകെ നേടിയിട്ടുള്ളത്. ടോട്ടൽ ബാറ്റർമാരിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്തുണ്ട്. 3 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. ബംഗ്ലാദേശിനെതിരെ തുടങ്ങി അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ നേടുന്നു, ഓസ്ട്രേലിയക്കെതിരെ നേടുന്നു. അങ്ങനെ 3 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. അങ്ങനെ ഒരു മികച്ച ഒരു പ്രകടനമായിരുന്നു രോഹിതിന്റേത്. ഫൈനലിലും വലിയ പ്രതീക്ഷ നമ്മൾ രോഹിതിൽ തന്നെയാണ് വെക്കുന്നത്. അതെ, ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ രോഹിത്തിന്റെ ഒരു 10 ഓവർ കേസിലുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്കോർ പിറക്കാമെന്നൊരു പ്രതീക്ഷ എല്ലാവരും നൽകുന്ന ഒരു ആക്രമണാത്മകമായിട്ടുള്ള തുടക്കം വളരെ നിർണായകമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച്. ഉറപ്പായിട്ടും. ഇനി നമുക്ക് പറയാൻ താല്പര്യമില്ലാത്ത ഒരു സ്റ്റാറ്റ് കൂടി പറയാം. താല്പര്യമില്ല എന്ന് പറയുന്നത് വിഷമത്തോടെ നമ്മൾ പറയുന്ന ഒരു സ്റ്റാറ്റാണ്. കാരണം വിരാട് കോഹ്ലിയുടെ നമ്മളെല്ലാ ICC ടൂർണമെന്റിലും വിരാട് കോഹ്ലി നമുക്കറിയാം ടോപ്പ് ഗെറ്റർ ആയിരിക്കും. ഇന്ത്യ പരാജയപ്പെട്ട കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോലും ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ വിരാട് തന്നെയാണ്. ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും ICC ടൂർണമെന്റിൽ കുറച്ച് വർഷങ്ങളായിട്ട് പണ്ട് സച്ചിൻ ഉണ്ടായിരുന്ന ഒരു ഭാരം ഏറ്റെടുത്ത ഒരു താരമാണ് വിരാട് കോഹ്ലി. പക്ഷേ ഇത്തവണ വിരാടിന് എന്ത് പറ്റി? വലിയ നിരാശയാണ് വിരാട് സമ്മാനിച്ചിട്ടുള്ളത്. 7 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു ഓപ്പണിംഗിൽ അദ്ദേഹത്തെ പരീക്ഷിച്ചു എന്നുള്ളതാണ്. ഈ ലോകകപ്പിലുടനീളം ഓപ്പണിംഗിൽ മറ്റൊരാളെയും, അതായത് രോഹിത്തിനൊപ്പം കോഹ്ലി എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഈ ലോകകപ്പിലുടനീളം തുടർന്നൊരു സ്റ്റാറ്റസ്. അപ്പോൾ അതിൽ വലിയൊരു പരാജയം സംഭവിച്ചത് കോഹ്ലിയുടെ കാര്യത്തിലാണ്. നമ്മൾ നിരാശയോടെ തന്നെ അത് പറയേണ്ടി വരും. കോഹ്ലിയുടെ സ്റ്റാറ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കോഹ്ലിയുടെ ഏറ്റവും ഉയർന്ന സ്കോർ തന്നെയാണ് അതിൽ ഏറ്റവും നിരാശപ്പെടുന്നത്. 37 റൺസാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന ഈ ലോകകപ്പിൽ. ശരാശരി 10. കോഹ്ലിക്കൊക്കെ ഒരു 10 ശരാശരി നമ്മൾ ഒരു കാലത്തും പറയേണ്ടി വരില്ല എന്ന് പറഞ്ഞൊരു കണക്കാണ്, പക്ഷെ പറയേണ്ടി വരികയാണ്. പക്ഷെ കോഹ്ലി നിർണായക സമയത്ത് ഫൈനലിൽ തിരിച്ചു വരുമായിരിക്കും അല്ലേ? അതെ.